വസ്ത്ര സ്വാതന്ത്ര്യം അത് വേണം എന്ന് കരുതി വസ്ത്രങ്ങൾ ഇടേണ്ടതുപോലെ ഇടാതെ, വസ്ത്രങ്ങൾ ഇല്ലാതെ, ഇപ്പം മേൽവസ്ത്രം ഇല്ലാതെ അരയ്ക്ക് താഴോട്ട് മാത്രം വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇന്ത്യയിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനെയൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുമോ? പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും എങ്ങനെ ആയിക്കോട്ടെ, ഡ്രസ്സിങ് ഓരോരുത്തരുടെ പ്രൈവറ്റ് ചോയ്സാണ്. ഡ്രസ്സും ഓരോരുത്തരുടെയും പ്രൈവറ്റ് ചോയ്സാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പ്രൊവോക്കേഷൻ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ, അതുപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ട് അങ്ങനെയുള്ള ഡ്രസ്സസ് ഇടുന്ന, ഇപ്പം സിനിമ, നാടകം അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അത് ഒരു ക്യാരക്ടർ വൈസ് ആൾക്കാർ അഭിനയിക്കുന്നതാണ്. അതിൽ പല രീതിയിൽ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്, പല വിഷ്വലൈസേഷൻ എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഒരു റീല് ഷൂട്ട് ചെയ്യുന്നത് ഒരാളുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെയാണ് റീല് ഷൂട്ട് ചെയ്യുന്നത്. അല്ലല്ലോ, അതിലൊരു എഫക്റ്റുകളോ ഒരു എഡിറ്റിങ്ങോ ഒന്നും അതിലില്ല. അത് ലൈവാണ്. അങ്ങനെ വന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് റീലെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പം അത് ഏത് രീതിയിലുള്ള മെസ്സേജസ് ആണ് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും കൊടുക്കുന്നത്? പ്രതികരിക്കണം, ഇതിനൊക്കെ പ്രതികരിക്കണം, പക്ഷെ മാന്യമായി പ്രതികരിക്കണം. അത്രേ ഉള്ളൂ. എനിക്കതേ ഉള്ളൂ അഭിപ്രായം. ഓക്കെ, അല്ലാതെ ആരും, ചില ആൾക്കാർ ചെയ്യുന്നത് നല്ലത്, ചില ആൾക്കാർ ചെയ്യുന്ന മോശം, ഒരു വിഭാഗം നല്ലത്, ഒരു വിഭാഗം മോശം, ഒരു വിഭാഗത്തിനോട് ആൾക്കാർ കൂട്ടു നിൽക്കുന്നു, മറ്റൊരു വിഭാഗത്തിനോട് എല്ലാവരും എതിർത്ത് നിൽക്കുന്നു. അങ്ങനെയല്ല. ഈ രണ്ട് വിഭാഗവും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഒരാൾ പ്രൊഫഷണലി അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിരുന്നോട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള റീലുകൾ ഇടുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അവർ പ്രൊഫഷണൽ മോഡലും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ഫാഷൻ ഷോകളിലും അതുപോലെ അവരുടെ എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ട് ഷൂട്ടുകളിലൊക്കെ അങ്ങനെ യൂസ് ചെയ്തോട്ടെ. അവർ പ്രൈവറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെയല്ല സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ച് പോസ്റ്റ് ചെയ്യുന്നത്. മെറ്റയാളോ ഇത് കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ചില ആൾക്കാരെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വയം വ്യക്തിഹത്യ ഞങ്ങൾക്ക് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട, അത് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചായിരിക്കുന്നേ. എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യം അതുണ്ട്. മാന്യമായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോണില്ല ഇവിടെ. വ്യക്തിഹത്യ അല്ല ചെയ്യുന്നത്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്. അത് പണ്ട് മുതലേ ഉണ്ട്. ഇത് നമുക്ക് നിഷേധിക്കപ്പെട്ടതാണെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചിക്കപ്പെടുമായിരുന്നോ? മഹാത്മാഗാന്ധി പോയി സമരം ചെയ്തുകൊണ്ടും അഭിപ്രായ വ്യത്യാസം കാണിച്ചതുകൊണ്ടും ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റൻസ് നടക്കുന്നുണ്ടല്ലോ ഡൽഹിയിൽ. അത് തെറ്റ് ചെയ്യുന്നവരാരായാലും ശിക്ഷിക്കപ്പെടണം, ആരായാലും. അത് പഠിച്ചമർത്താൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും അടങ്ങിയിരിക്കാൻ പോകുന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് ചിലപ്പം ഒതുങ്ങുമായിരിക്കും, അത്രേ ഉള്ളൂ.